ഇന്ന് നമുക്ക് ഈ ഒരു മെറ്റീരിയലും കൊണ്ട് ഈ ടൈപ്പ് ഒരു ഫ്രോക്കും കൂടെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഈ ടൈപ്പ് ഇപ്പോൾ 2 ഫ്രോക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തേ. ഇനി ഇതിൽ തന്നെ പെയറായിട്ട് ഒരു ഫ്രോക്കും കൂടെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രോക്ക് എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് ഇതിപ്പോൾ 50 ഇഞ്ച് നീളം വീതി വരുന്ന ഈ ഫ്രോക്ക് ഇതൊറ്റ പീസാണ്. ഒറ്റ പീസിൽ തന്നെ മേലെയും ഇവിടെ എലാസ്റ്റിക് വെച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ മേലെ അതേപോലെ ഒരു പീസും വെച്ചിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഒറ്റ പീസിലാണ് നമ്മൾ അടുത്ത ഫ്രോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പീസ് ഇത് 55 ഇഞ്ച് ഉണ്ട്. അങ്ങനത്തെ 3 പീസ് എടുത്തിട്ടുണ്ട്. ഇതിനും ഇത്ര തന്നെ ലൈനിങ് കൊടുക്കണം. ഇതിൽ ഈ ഒരു ഫ്രോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. എത്ര മെറ്റീരിയൽ നമ്മൾ ചെയ്തെടുക്കണം അത്ര തന്നെ ലൈനിങ്ങും വേണം. ലൈനിങ് കുറച്ചെടുക്കാൻ പറ്റില്ല. അതിന് ഇതിപ്പോൾ 5 വയസ്സായി കുട്ടിക്കാണ്. അപ്പോൾ ആ കുട്ടി കുറച്ചും കൂടെ 5 വയസ്സിനേക്കാൾ ഒരു ഇത്രയും കൂടി ഹൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 28 ഇഞ്ച് ഇറക്കം വരുന്ന രീതിയിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ടോട്ടൽ 26 ഇഞ്ച് എടുത്തു. ഇനി മേലേക്ക് കൈയായിട്ട് വരുന്നില്ല. കൈയിന് പകരം ഇങ്ങനെ വള്ളിയാണ് വെക്കുന്നത്. അപ്പോൾ ആ വള്ളി വെക്കാനുള്ള ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് അങ്ങനെ വിട്ടിട്ട് ഒരു 26 ഇഞ്ച് ഇറക്കും. ഇങ്ങനെ വീതി ടോട്ടൽ 50. ഇത് 50 ഇഞ്ചിൻ്റെ ഒരു പീസാണെങ്കിൽ 3 50 ഇഞ്ചിൻ്റെ പീസും കൂടെ വെച്ചിട്ട് ആണ് ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ പോണത് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഭാഗത്തേക്ക് ഈ നെറ്റ് എത്ര നീളത്തിലാണ് എടുക്കുക അത്ര നീളത്തിൽ തന്നെ ഒരു 6 ഇഞ്ച് വീതിയിലൊക്കെ ഒരു നെറ്റും കൂടെ മേലെ ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കാനുള്ള ഈ ഒരു നെറ്റും കൂടെ എടുക്കണേ. ഇതിൽ സെപ്പറേറ്റ് അടിച്ചു വെച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ അതിനുള്ള നെറ്റും കൂടെ ഈ ഒരു സെയിം അളവിൽ നെറ്റും ലൈനിങ്ങും ആ നെറ്റും സെയിം അളവിൽ വെട്ടിയെടുക്കുക. അപ്പോൾ ഇതിന് ഞാൻ അതേപോലെ ലൈനിങ്ങും 3 പീസായിട്ടോ വെട്ടിയെടുക്കുക ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലൈനിങ് വെട്ടിയെടുത്ത് നമ്മൾ 3 പീസും കൂടെ ആദ്യം കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇതിന് ലൈനിങ് വെട്ടിയ 3 പീസിൽ ഇങ്ങനെ അതിൻ്റെ 3 പീസുകൾ നമ്മൾ ലൈനിങ് കൂട്ടി അടിച്ചിട്ട് അങ്ങനെ ഒറ്റ പീസാക്കുക. അതേപോലെ തന്നെ ആ നെറ്റിൻ്റെ മെറ്റീരിയലും ഒറ്റ പീസാക്കിയിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു 3 പീസും കൂടെ കൂട്ടി ഒറ്റ പീസാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നെറ്റും അതേപോലെ തന്നെ ഈ ക്രേപ്പിൻ്റെ മെറ്റീരിയലും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലൈനിങ്ങിൻ്റെ മേലെ വശത്ത് വെച്ചിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വെച്ച് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ മേലെ അറ്റത്ത് വെച്ചിട്ട് ഫസ്റ്റ് ഈ ലൈനിങ്ങുമായിട്ട് ഇത് അടിച്ചു കൊടുക്കുക. നെറ്റ് ഭാഗം അടിച്ചൊട്ടിച്ചു കൊടുക്കുക. നെറ്റ് ലൈനിങ്ങുമായിട്ട് കൂട്ടിയടിച്ചിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതാണ് ഞാൻ മേലത്തേക്ക് വെക്കണ ആ ഒരു പീസ് കേട്ടോ. അത് 6 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു ഇതിൻ്റെ സെയിം നീളത്തിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇനി എങ്ങനെ വെച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് വെക്കുക. ബാക്ക് ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ബാക്ക് ഭാഗത്തു നിന്ന് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് പിന്നെ അത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മറിച്ചിട്ടാണ് ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ എലാസ്റ്റിക് കയറ്റേണ്ടതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് കവർ ചെയ്യുന്ന വിധത്തിൽ വേണം കേട്ടോ ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഇത്ര എക്സ്ട്രാ വരുന്ന വിധത്തിൽ തയ്യൽത്തും, അതായത് ഇതിൻ്റെ കുറച്ചിങ്ങോട്ട് താഴത്തേക്ക് ഇറക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ എക്സ്ട്രാ കിട്ടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് ഇടുമ്പോൾ കാണേണ്ടത് എന്താ വെച്ചാൽ
ഇതിൽ ഞാൻ ഒരു നെറ്റിൽ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് പുറത്തേക്ക് കാണുന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒരു ലൈനിങ് ഇതിൽ വെക്കുന്നത്, 2 ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓവർ കട്ട് ചെയ്യുമ്പോൾ ഓവറായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഒറ്റ ലൈനിങ് വെക്കുന്നത്. അപ്പോൾ കുറച്ചൊന്നിങ്ങനെ ഇറക്കിയിട്ട് വെച്ചടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ മറിച്ചിങ്ങോട്ട് അടിക്കുമ്പോൾ ഇവിടെ ഇതിങ്ങനെ കവർ ചെയ്ത് വരും. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ പോയിക്കോളും എലാസ്റ്റിക്. എന്നിട്ട് എന്നാൽ ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക. ഇത് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ മറച്ച് വെച്ചിട്ട് ഇനി ഇവിടെ ഒരു അടി കൊടുക്കുക, ഇവിടെ അങ്ങനെ ഒരു അടി കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു ലൈനിങ്ങും ഇതിൻ്റെ ഒരു ഇവിടെ ഇങ്ങനെ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇനി എലാസ്റ്റിക് വെച്ച് കൊടുക്കുക. ഈ ഒരു ഫ്രോക്ക് അടിക്കണമെങ്കിൽ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതെന്താ വെച്ചാൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടില്ല. അപ്പം ഞാൻ ഇത് ചെയ്തപ്പോൾ ഒന്നുകൂടെ നേരെ കാണിച്ചിട്ടാന്ന് വിചാരിച്ചത്. ഇത് എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെ ഭാഗം മറിച്ചടിച്ച് കഴിയുമ്പോൾ ഈ ഒരു കോലത്തിലാവും കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ ഒരു എലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു ഹോളായിട്ടുണ്ടാവും. എലാസ്റ്റിക് അവിടെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സെൻറ്ററല്ല, ബോഡി പാർട്ട് മേലെ പാർട്ടിക്ക് വരുന്ന ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് വരിക ഫ്രോക്ക്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ച്, ജസ്റ്റ് ഒരു സ്റ്റിച്ച് അളവ് എടുത്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അവിടെ എലാസ്റ്റിക് വെക്കേണ്ടതാണ്. ഇതാണ്ടോ, ഇവിടെ കൂടെ ഒരു ലൈൻ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എലാസ്റ്റിക് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഒന്നിങ്ങനെ ഞൊറിവായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ എലാസ്റ്റിക് വല്ലാതെ വലിച്ച് വെക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. ഇതെന്താണെന്ന് വെച്ചാൽ 3 ലൈനിങ് ഉണ്ടെങ്കിൽ നമുക്ക്, ഞാൻ അങ്ങനെ ഒരു ഹോള് പോലെ ഇവിടെ ഒരു ഇതിങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എലാസ്റ്റിക് കയറ്റി കൊടുത്തതാണ്. അപ്പോൾ എലാസ്റ്റിക് അങ്ങനെ പുറത്തേക്ക് കാണില്ല. ഇതിപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് അടിയിൽ കോട്ടൺ കൂടെ, അപ്പോൾ 3 ലൈനിങ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ വെച്ചു. പക്ഷേ ഇത് 3 ലൈനിങ് ഇല്ലാത്ത കാരണം ഇതിന് മുന്നത്തെ ചെയ്ത പോലെ ലൈനിങ് ഇങ്ങനെ എലാസ്റ്റിക് വെച്ച് അടിക്കേണ്ടി വരും. അപ്പോൾ ആ അടിക്കണതിൻ്റെ മുന്നേ ഇവിടെ ഒരു ഞൊറിവും കൂടെ അങ്ങനെ ഇട്ട് കൊടുത്താൽ കൂടെ വൃത്തിയാവും. അങ്ങനെ ആ നേരത്തെ ആ ലൈന് പോലെ അടിച്ച ഭാഗത്തൂടെ ഞൊറിവ് ഇട്ട് കൊടുക്കുക. ഈ ഒരു പാർട്ട് ഇപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് എലാസ്റ്റിക് പാർട്ട് ഇപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഞൊറി ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ എലാസ്റ്റിക് എത്ര വീതിക്കാണോ, അരഭാഗത്ത് എത്ര വീതിക്കാണോ എലാസ്റ്റിക് വരേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെറിയ എലാസ്റ്റിക് കിട്ടാവും മുറിച്ചെടുത്തിട്ട് അത് ഇവിടെ വെച്ച് കൊടുക്കണം ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇതിന് ഈ ഒരു വേസ്റ്റ് പാർട്ടിന് മൊത്തം 24 ഇഞ്ചാണ് എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് അടിച്ചു കൊടുക്കണേ. എലാസ്റ്റിക് ഇവിടെ വെച്ചടിച്ചു. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇവിടെ കൂടെ എലാസ്റ്റിക് കയറ്റാനുള്ളതേ ഉള്ളൂ. പക്ഷെ ഞാൻ എലാസ്റ്റിക് കയറ്റുന്നതിൻ്റെ മുന്നേ ലേസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡ് അടിയിൽ വെച്ച പോലെ ലേസ് വെക്കുന്നുണ്ട്. അപ്പോൾ ലേസ് വെച്ചിട്ട് മേലെ എലാസ്റ്റിക് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ലേസ് ഇങ്ങനെ വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഉള്ളിൽ കൂടെ ഇത് 24 ഇഞ്ചുണ്ട് എലാസ്റ്റിക് കയറ്റി കൊടുക്കുക. അപ്പം ഇതിൻ്റെ മേലെ ഇവിടെയൊക്കെ എലാസ്റ്റിക് ഇട്ട് വരുന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു രൂപത്തിലാവും. എന്നിട്ട് ഇതിൻ്റെ സൈഡ് പിന്നെ കൂട്ടി കൊടുക്കുമ്പോൾ ഈ ഫ്രണ്ടിലേക്കുള്ള ഭാഗം
ഒന്നിങ്ങനെ വിട്ടിട്ട് ആദ്യം ഈ സൈഡ് മാത്രം കൂട്ടിയിട്ട് കൊടുക്കണം. ഇവിടെ അങ്ങനെ മൊത്തമായിട്ട് കൂട്ടി കൊടുക്കല്ല കേട്ടോ. ഇവിടെ ഇതുവരെ ഈ മേലെ ഭാഗം ടോപ്പിൻ്റെ പാർട്ട് വരെ ഇങ്ങനെ മേലെ ഭാഗം ബോഡി പാർട്ട് വരെ ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ വിട്ടിട്ട് പിന്നെ ആദ്യം ഈ നെറ്റുകൾ രണ്ടും കൂടി കൂട്ടി കൊടുക്കണം. ഫസ്റ്റ് നെറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ലൈനിങ് മാത്രം കൂട്ടിയിട്ട് അടിക്കുക. ലൈനിങ് മാത്രം. ഈ നെറ്റിൻ്റെ ഭാഗം ഇവിടെ അപ്പുറത്തേക്ക് അടിച്ച ഭാഗം കൂടിയിട്ടുണ്ട്. അല്ലാത്ത ഭാഗം അങ്ങനെ കൂട്ടിയിട്ട് ഇവിടെ അങ്ങനെ അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിക്കുമ്പോൾ ഇതാ ഈ ഭാഗം ഇങ്ങനെ കൂട്ടിയടിക്കരുത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഏകദേശം ഇതിൻ്റെ മേലെ ഇനി വള്ളിയും കൂടെ വെച്ച് കൊടുക്കാണ്ട് കേട്ടോ. ആ വള്ളി വെക്കണത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഉള്ളിൽ കൂടെ നമുക്ക് വെക്കാം ആദ്യം അടിക്കുമ്പോൾ. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റാണിത് ഇതാണ്ടോ ഇവിടെ വള്ളി ഇങ്ങനെ വെച്ചെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു വള്ളി അടിച്ചിട്ട് കെട്ടാൻ പാകത്തിന് വെച്ചെടുത്തത്. അപ്പം അങ്ങനെ ഇതിനും വെക്കാൻ ഇതിനും കൂടെ അങ്ങനെ വെക്കാനുണ്ട്. അങ്ങനെ നമ്മൾ 3 ഫ്രോക്ക് റെഡി.